ഹായ് ഹലോ. എൻ്റെ ബൊഗിവില്ല പ്ലാന്റ്സൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, ഇഷ്ടം പോലെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പിന്നെ ഒന്ന് രണ്ടെണ്ണത്തിൽ പൂക്കളുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം പൂക്കൾ ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ഇനി മഴക്കാലത്ത് നമുക്കറിയാം ബൊഗവില്ല പ്ലാന്റ്സിന് അത്രത്തോളം പൂക്കൾ ഉണ്ടാകും, ഒന്നോ രണ്ടോ പൂക്കൾ ഉണ്ടാവും, ചിലതിൽ തീരെ പൂക്കൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ മഴക്കാലത്തിന് മുമ്പേ, അതായത് ഇപ്പോൾ മഴക്കാലം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നന്നായിട്ടൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചെറുതായിട്ടൊരു വളം കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ വളമൊന്നും കൊടുക്കാതെ ചെറിയ തോതിൽ വളം കൊടുക്കുക. അതിന് ശേഷം മഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഫ്ലവറിങ്ങിൻ്റെ ഒരു സമയം വരുമല്ലോ, ആ ഒരു സമയത്ത് വീണ്ടും നമ്മൾ പ്രൂണിങ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിലൊക്കെ നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഒരു പ്രൂണിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുക. മുമ്പ് ഞാൻ ചെയ്തതാണ് കേട്ടോ, 2 വർഷം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, അപ്പുറം കണ്ട ഇതിലും ഒരു പർപ്പിൾ കളറും ആണ് ഇപ്പോൾ പൂക്കളുള്ളത്, ഒരു വൈറ്റിലും. ബാക്കി ഒന്നിലും പൂക്കളൊക്കെ കഴിഞ്ഞിട്ടോ, പൂക്കളൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ കടലാസ് പൂ, അതായത് ബൊഗൻവില്ല പ്ലാന്റ്സ് നമുക്ക് വേനൽക്കാലത്ത് നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു 6 മാസത്തോളം നമുക്ക് 3 പ്രാവശ്യമായിട്ട് ഒരു പ്രാവശ്യം പൂക്കളുണ്ടാകും. പിന്നെ പൂക്കൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു 10, 20, 22 ദിവസമൊക്കെ ആകുമ്പോൾ പൂക്കൾ കൊഴിയും. ചില ചെടിയിൽ പൂക്കൾ അങ്ങനെ കൊഴിയേയില്ല കേട്ടോ. പിന്നെ വീണ്ടും ഫ്ലവറിങ് വരും, പിന്നെ വീണ്ടും അത് കൊഴിയും. അങ്ങനെ 3 തവണ നമുക്ക് ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ്സാണ്.